നമസ്കാരം. ഗുഡ് ഹെൽത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം എന്നുള്ളത് ഡോക്ടർ ഹരീഷ് കുമാറാണ്, പ്രൊഫസർ ആൻഡ് HOD ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോക്രൈനോളജി, അമൃത ഹോസ്പിറ്റൽ. പ്രമേഹത്തോടനുബന്ധിച്ചുണ്ടാവുന്ന ഡയബറ്റിക് ഫുഡിനെ പറ്റിയും ഡയബറ്റിക് അൾസറിനെ പറ്റിയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാനാണ് സർ നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം ടു ദ ഷോ സർ. ഡയബറ്റിക് ഫുഡ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് എങ്ങനെയാണ്? അത് എത്ര കോമൺ ആണ്? കോമൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വളരെ കോമൺ ആണ്. നമ്മളൊരു എസ്റ്റിമേറ്റ് കിട്ടാനായിട്ട് ഡയബറ്റിസ് ഉള്ള രോഗികൾ ലോകത്ത് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് പീപ്പിളുണ്ട്. ഇപ്പോൾ ശരിക്കും ഇന്ത്യയിലാണ് ലാർജസ്റ്റ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്, ഇന്ത്യക്കാണ്. അതുകൊണ്ട് ലാർജസ്റ്റ് നമ്പർ ഓഫ് ഡയബറ്റിക് പേഷ്യൻസും ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ദർ ആർ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് പീപ്പിൾ വിത്ത് ഡയബറ്റിസ് ഇൻ ഇന്ത്യ, ഓൾ ഓവർ ദ വേൾഡ്. അതിൽ നിന്ന് അപ്രോക്സിമേറ്റ്ലി 15% എന്ന് വെച്ചാൽ 1 in 6 or 1 in 7 ആൾക്കാർക്ക് പ്രമേഹം കൊണ്ട് കാലിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ വെരി ഫ്രീക്വൻ്റ് ആണ്. നമ്മൾ ഇത്രയും ഡയബറ്റിസ് രോഗികളുടെ ഇടയിൽ 15% ആൾക്കാർക്ക് കാലിൽ പ്രശ്നം വരും എന്ന് പറഞ്ഞാൽ വളരെ കോമൺ തന്നെയാണ്. അതുകൊണ്ട് ഡയബറ്റിക് ഫുഡ് പ്രോബ്ലംസ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാണാറുണ്ട്. ഒരു ഡയബറ്റിസ് ശരാശരി ഒരു 30-40 വർഷം ഒരു വ്യക്തി ഡയബറ്റിസ് കൊണ്ട് ജീവിക്കുക എന്നുണ്ടെങ്കിൽ ഡയബറ്റിക് ഫുഡ് പ്രോബ്ലംസ് വരാനുള്ള സാധ്യത വളരെ ഹൈ തന്നെയാണ്. സാധാരണ എല്ലാവർക്കും ഡയഗ്നോസ് ചെയ്യണ ഒരു 40-50 ഇടയിൽ, പിന്നെ ഒരു 30 years അത് വെച്ച് ജീവിക്കണം. അപ്പോൾ ആ സമയത്ത് ഡയബറ്റിക് ഫുഡ് സർട്ടൻലി വെരി കോമൺ. ഇന്ത്യയിൽ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? Is it more while comparing to other countries? ഇന്ത്യയിൽ ജനറലി നമ്പർ ഓഫ് ഡയബറ്റിക് പേഷ്യൻസ്, as I said, ഓൾറെഡി വെരി ഹൈ ആണ്. പിന്നെ ഇന്ത്യയിൽ ചില പെക്യൂലിയർ പ്രോബ്ലംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരുപാട് ബെയർ ഫുട്ട് വാക്കിംഗ് ചെയ്യും, വിച്ച് ഇസ് ദെയർ ഇൻ സം അതർ കൺട്രീസ് ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ദെയർ ഇൻ മെനി അതർ കൺട്രീസ് ഓൾസോ. അതുകൊണ്ട് ബെയർ ഫുട്ട് വാക്കിംഗ് സർട്ടൻലി ഒരു പ്രശ്നം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു അമ്പലത്തിൽ പോവുക, അപ്പോൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഉച്ചക്കൊക്കെ ആണെങ്കിൽ അവിടെ പൊള്ളി കിടക്കും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാലിനെ ഞരമ്പിനെ ബാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചൂട് അറിയില്ല. പ്രദക്ഷിണം വെച്ച് വരുമ്പോഴത്തേക്കും കാലിൻ്റെ അടി പൊള്ളി കാണും. അത്രയ്ക്ക് സീരിയസ് ആയിട്ട് ഇഞ്ചുറി ഉണ്ടാകും. ഇപ്പോൾ ഞരമ്പിന് അസുഖം ഇല്ലാത്ത ഒരാളാണെങ്കിൽ അതിൽ കൂടെ നടക്കാൻ പറ്റില്ല. നമ്മൾ ടിപ് ടോസിൽ ഓടിപ്പോകും അതിലൂടെ. അത്രയ്ക്ക് ചൂടായിരിക്കും, മണലുമൊക്കെ പൊള്ളിക്കിടക്കായിരിക്കും. അതുകൊണ്ട് ഇന്ത്യയിൽ അങ്ങനെ നമുക്ക് കുറേ പെക്യൂലിയർ ഹാബിറ്റ്സ് ഉണ്ട് വിച്ച് പുട്ട്സ് ആർ ഫീറ്റ് അറ്റ് ഹൈ റിസ്ക്. എന്ന് വെച്ചാൽ നമ്മൾ പലയിടത്തും ബെയർ ഫുട്ട് വാക്കിംഗ് ചെയ്യും. വീട്ടിനകത്തും പൊതുവേ നമ്മൾ ചെരുപ്പ് ഇടാതെയാണ് നടക്കണേ. അപ്പോൾ വീട്ടിനകത്തും ഇഞ്ചുറീസ് ഉണ്ടാവാം. പിന്നെ പൊതുവേ നമ്മുടെ നാട്ടിൽ ഫുട്വെയർ ഉപയോഗിക്കുന്നതും കാല് സൂക്ഷിക്കുന്ന ഒരു കൾച്ചർ വളരെ കുറവാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഡയബറ്റിക് ഫുഡ് കോംപ്ലിക്കേഷൻസ് മറ്റ് പല രാജ്യങ്ങളെക്കാളും വളരെ കൂടുതൽ തന്നെയാണ്. ഈ ഡയബറ്റിക് ഫുഡിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഡയബറ്റിസ് ഉള്ള ഒരു രോഗി ഷുഗർ ശ്രദ്ധിക്കാതെ കുറേ കൊല്ലം നടക്കുമ്പോൾ കുറേ നമ്മൾ പറയുന്ന ലോങ് ടേം കോംപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ കുറേ നാൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസാണ്. അതിൽ കണ്ണിനെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം, കാലിൻ്റെ ഞരമ്പിനെ ബാധിക്കാം, രക്തോട്ടം ബാധിക്കാം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും, സ്ട്രോക്ക് ഉണ്ടാവും. അങ്ങനെ പല ഓവർ എ പീരീഡ് ഓഫ് ടൈം പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഡയബറ്റിസ് അൺകൺട്രോൾഡ് ആയിരിക്കുമ്പോൾ. നിയന്ത്രണത്തിലാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നിയന്ത്രണത്തിലില്ലാത്ത ഡയബറ്റിസ് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാലിനെ ഞരമ്പിനെ ബാധിക്കുക, രക്തോട്ടത്തിനെ ബാധിക്കുക. അപ്പം ഞരമ്പിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൻസേഷൻ വളരെ കുറയും. അപ്പം നമ്മൾ സ്പർശന ശക്തി കുറയും. അപ്പോൾ അത് ഭയങ്കര റിസ്ക്കാണ്. കാരണം ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മളത് അറിയില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ കാലിൽ ഒരു ചെറിയ മുള്ള് കയറി, ഞാൻ ഉടനെ വേദന കൊണ്ട് അതെന്താണെന്ന് നോക്കി പരിശോധിച്ച് ആ മുള്ളെടുത്ത് കളയും. അല്ലെങ്കിൽ നടക്കുമ്പോഴത്തേക്കും എനിക്ക് വേദന എടുക്കും, ഞാൻ തൊങ്ങിയേ നടക്കുള്ളൂ. സ്പർശന ശക്തി ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആ മുള്ളു കൊണ്ടുകഴിഞ്ഞാൽ സുഖമായിട്ട് അതറിയാതെ നടക്കും. ചിലപ്പോൾ ദിവസങ്ങൾ നടക്കും. അതൊരു പുണ്ണാവും, ഇൻഫെക്റ്റഡ് ആവും. എന്നാലും അങ്ങേരെ അറിയണില്ല, കാരണം സ്പർശന ശക്തിയില്ല. അപ്പോൾ ഈ ഫുട്ടിലെ സെൻസേഷൻ പോയി കഴിഞ്ഞാൽ അതൊരു ഹൈ റിസ്ക് ഫോർ ഇഞ്ചുറിയാണ്. കാരണം എന്തെങ്കിലും ഉണ്ടായാൽ വി ഹാവ് നോ വാർണിംഗ്. അതിൻ്റെ കൂടെ തന്നെ രക്തോട്ടം കുറയും. ഈ ഹൃദയത്തിലെ രക്തോട്ടം ഒക്കെ കുറയണ പോലെ തന്നെ കാലിലെയും രക്തോട്ടത്തിൽ ബ്ലോക്കുകൾ വരും. അപ്പോൾ ഈ ബ്ലോക്ക് വന്ന് രക്തോട്ടം കിട്ടാതെ വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുക ഒരു അൾസർ ഉണ്ടായി, കാലിലൊരു പുണ്ണ് വന്നു.
അപ്പോൾ ആ പുണ്ണ് നമ്മൾ ഉണക്കാനായിട്ട് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും. പിന്നെ ഓക്സിജൻ അങ്ങോട്ട് എത്തണം. അപ്പോൾ ഈ രക്തം വഴിയാണ് ഓക്സിജൻ എത്തണതും ഈ മരുന്നുകൾ എത്തണതും ഒക്കെ. രക്തോട്ടം ശരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഇൻഫെക്ഷനുള്ള ആ പുണ്ണിൻ്റെ ഏരിയയിലേക്ക് മരുന്നും എത്തണില്ല, ഓക്സിജനും എത്തണില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് ഉണങ്ങി കിട്ടാൻ വളരെ പ്രയാസമാവും. അപ്പോൾ ഇൻഫെക്ഷൻ ആളിക്കത്തും. അങ്ങനെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ഭാഷയിൽ പറയുന്നത് ന്യൂറോപ്പത്തി, ഞരമ്പിനെ ബാധിക്കുക. പിന്നെ പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് വെച്ചാൽ രക്തോട്ടം, കാലിൻ്റെ നീളമുള്ള രക്തോട്ടം, രക്തക്കുഴലുകളിലൊക്കെ ബ്ലോക്ക് വരും. അപ്പോൾ ഈ രീതിയിൽ അത് ബാധിച്ച് ഈ ട്വിൻ പ്രോബ്ലംസ് കാരണമാണ് ഒരു വളരെ ഹൈ റിസ്ക് ആവണതും. പിന്നെ എന്തെങ്കിലും ഒരു മുറിവുണ്ടായാൽ അത് ഉണങ്ങാൻ ബുദ്ധിമുട്ടാവും, പെട്ടെന്ന് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. അങ്ങനെയാണ് കാലുകൾ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോണത്. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലേക്ക് വരുമ്പോൾ അവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതൊക്കെ രീതിയിൽ അവരെ ബാധിക്കണത് കണ്ടിട്ടുണ്ട്? ഡയബറ്റീസിൻ്റെ എല്ലാ കോംപ്ലിക്കേഷൻസും ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ ഡെവാസ്റ്റേറ്റിംഗ് ആയിരിക്കും. എന്ന് വെച്ചാൽ വ്യക്തിയെ മാത്രമല്ല കുടുംബത്തിനെയും വളരെയധികം ബാധിക്കും. പലപ്പോഴും ഒരു 30-40 വയസ്സിൻ്റെ ഇടയിലാണ് മിക്കവർക്കും ഇപ്പോൾ ഡയബറ്റീസ് പണ്ടത്തെക്കാളും കുറച്ചുകൂടെ നേരത്തെ കാണുന്നത്. ഇപ്പോൾ ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ് പലർക്കും ഷുഗർ തുടങ്ങും. ഒരു 10-15 വർഷം അത് ഉഴപ്പി നടന്ന് ഷുഗർ വളരെ കൂടുതലായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 10-50 വയസ്സാകുമ്പോഴായിരിക്കും പ്രശ്നങ്ങളുണ്ടാവുന്നത്. കണ്ണിനെ ബാധിക്കും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ കാലിൻ്റെ പ്രശ്നങ്ങളും വരും. അപ്പോൾ ഈ 45-50 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പീക്ക് ഓഫ് പ്രൊഡക്ടിവിറ്റിയാണ്. ആ സമയത്താണ് നമ്മൾ കുടുംബത്തിൽ പല ആവശ്യങ്ങളുള്ള മക്കൾ കോളേജിൽ പഠിക്കുക, അവരുടെ കല്യാണം, നമുക്ക് നിറച്ചും ഫാമിലിയിൽ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു സമയമാണ്. ആ സമയത്തൊരു വ്യക്തിക്ക് കാലിനൊരു കാര്യമായിട്ട് അസുഖം ഉണ്ടാവുക, അതുകൊണ്ട് അയാളുടെ ജോലി പോവുക, അല്ലെങ്കിൽ ഇനി ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ അയാൾ വികലാംഗയാവുക എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് കുടുംബത്തിനെ വല്ലാതെ തന്നെ ബാധിക്കും. പലരും ഇതിനെക്കുറിച്ച് അവയർനെസ് ഉള്ളവർ, ബോധമുള്ളവർ നേരത്തെ തന്നെ ആശുപത്രിയിൽ വന്ന് അല്ലെങ്കിൽ ഡോക്ടർമാരെ കണ്ട് ചികിത്സ തേടി അതൊരു ഏർലി സ്റ്റേജിൽ തന്നെ ചികിത്സിച്ച് കഴിഞ്ഞാൽ അതവിടെ കൺട്രോൾ ചെയ്യാം നമുക്ക്. പക്ഷെ അത് വെച്ച് വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം ജീവൻ രക്ഷിക്കാൻ ആംപ്യൂട്ടേഷൻ വരെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ പ്രായത്തിലൊക്കെ ഒരു ആംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അത്ര ഒരു ഡെവാസ്റ്റേറ്റിംഗ് ഇഫക്റ്റാണ്. കുടുംബം തന്നെ തകർന്നു. അപ്പോൾ ഈ അൾസർ ഇല്ലേ, ഡയബറ്റിക് അൾസർ വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ചികിത്സാ രീതികളൊക്കെ എന്താണ്? ഈ ഡയബറ്റിക് അൾസർ വന്നാൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ ചികിത്സ തേടണം. ഒരുപാട് വൈകിക്കഴിഞ്ഞാലാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അവയർനെസ് വേണം. ചെറിയ മുറിവുകൾ വന്നാലും അത് വളരെ ശ്രദ്ധിക്കണം. ആശുപത്രിയിൽ വരുന്ന ഒരു രോഗിയാണെങ്കിൽ നമുക്ക് 3 പ്രിൻസിപ്പിൾസ് ഉണ്ട് നമ്മുടെ മെയിൻ ട്രീറ്റ്മെൻറ്റിൽ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സർജറിയാണ്. നമ്മൾ ആ ഇൻഫെക്റ്റഡ് ഭാഗം മുഴുവൻ ഓപ്പറേറ്റ് ചെയ്ത് ഇൻഫെക്റ്റഡ് ടിഷ്യൂ മുഴുവൻ ക്ലിയർ ചെയ്യണം. കാരണം ആ ഇൻഫെക്റ്റഡ് ടിഷ്യൂവിൽ ആ ഇൻഫെക്ഷൻ കയറി കഴിഞ്ഞാൽ ആ ടിഷ്യൂസ് മുഴുവൻ ഒരു ഓൾമോസ്റ്റ് ഹാഫ് ഡെഡ്, അല്ലെങ്കിൽ ചില ഇതൊക്കെ കറുത്തുപോയി എന്ന് പറഞ്ഞാൽ ഗാംഗ്രീനാണ്, ടിഷ്യൂ ചത്തുപോയി, നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഇൻഫെക്റ്റഡ് ടിഷ്യൂ മുഴുവൻ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുക, അത് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സെക്കൻഡ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ്, വളരെ ശക്തമായ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണം ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാൻ. അപ്പോൾ അതിന് നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ ടിഷ്യൂന്ന് കൾച്ചർ എടുക്കും. ആ കൾച്ചറിൽ നമുക്കറിയാം ഏത് അണുക്കളാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്, ഏതാണ് ഏറ്റവും കറക്റ്റ് ആൻറ്റിബയോട്ടിക് അതിന് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ കൾച്ചർ സെൻസിറ്റിവിറ്റിയുടെ അനുസരിച്ച് ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങാൻ തുടങ്ങും. മൂന്നാമത്തെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫ് ലോഡിംഗ് എന്ന് പറയും. ആ വയ്യാത്ത കാല് അല്ലെങ്കിൽ മുറിവുള്ള കാല് അല്ലെങ്കിൽ മുറിവുള്ള പാദം നമ്മൾ കുത്തി നടക്കരുത്. ഇത് പലരും ചെയ്യണ ഒരു മിസ്റ്റേക്കാണ്. അവർ ആ കാല് വെച്ച് നടക്കും. വീട്ടിനകത്താണെങ്കിലും അത്യാവശ്യം ബാത്റൂം വരെ നടക്കും, അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ വരെ ഭക്ഷണം കഴിക്കാൻ നടക്കും. ആ രീതിയിൽ നമ്മൾ റെസ്റ്റ് കാലിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഉണങ്ങി കിട്ടില്ല. കാരണം പിന്നെയും അതിൻ്റെ മേലെ നടക്കുക എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണങ്ങി വരുന്ന ഇടവും പിന്നെയും ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് പ്രോപ്പർ സർജിക്കൽ ഡിബ്രൈഡ്മെൻറ്റ്, പിന്നെ ആൻറ്റിബയോട്ടിക്സ്, സെൻസിറ്റീവ് ആൻറ്റിബയോട്ടിക്സ്, പിന്നെ ഓഫ് ലോഡിങ്. അപ്പോൾ ഓഫ് ലോഡിങ്ങിന് നമ്മൾ പല ടെക്നീക്സ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ചില പേഷ്യൻസ് ക്രച്ചസ് വെച്ച് ഓഫ് ലോഡ് ചെയ്യും. അപ്പോൾ ക്രച്ചസ് വെച്ച് നടന്നാൽ ആ കാല് നമ്മൾ നിലത്ത് തൊടാതെ നടക്കാം.
ചിലർക്കത് വയ്യാത്തവർ വീൽ ചെയറിൽ ഓഫ് ലോഡ് ചെയ്യും. പിന്നെ ഓഫ് ലോഡ് ചെയ്യാൻ വേറെ പല ടെക്നിക്സ് ഉണ്ട്. ഉദാഹരണമായിട്ട് കാലിൻ്റെ ഈ തള്ളവിരലിൻ്റെ അടിയിൽ പലപ്പോഴും പലർക്കും പുണ്ണ് വരും. അപ്പോൾ അതിൻ്റെ ചുറ്റും നമ്മളൊരു മെറ്റീരിയൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് പ്രഷർ വരാതെ ആൾക്കാർക്ക് അത്യാവശ്യം നടക്കാൻ പറ്റും. ഇതൊക്കെ ചെറിയ മുറിവുകളാണെങ്കിൽ. അപ്പോൾ അങ്ങനെ പല രീതിയിലും ആ മുറിവിൽ പ്രഷർ വരാതിരിക്കുക എന്നതാണ് എൻ്റെ ഒരു പ്രിൻസിപ്പിൾ. മൊത്തം കാല് ആംപ്യൂട്ട് ചെയ്ത് കളയുന്നതിന് പകരം ഇപ്പൊ ഷുഗർ ഉള്ള ചില പേഷ്യൻസിനെ കിട്ടുന്നുണ്ട് ഒരു വിരല് അല്ലെങ്കിൽ അങ്ങനെ ആംപ്യൂട്ട് ചെയ്ത് കളയില്ലേ, അത് ഈ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് തന്നെ ആണോ? അതെ അതെ, അല്ല അത് സാഹചര്യം അനുസരിച്ചിരിക്കും. കാല് അങ്ങനെ മുറിച്ച് മാറ്റണത് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വളരെ റെയറാണ്. ഒരു നിവൃത്തി ഇല്ലാത്തപ്പോൾ ഒരാളുടെ ജീവൻ സേവ് ചെയ്യാനായിട്ട് അത്രയ്ക്ക് ഇൻഫെക്ഷൻ ബ്ലഡിലൊക്കെ കയറി സെപ്റ്റിക്കായിട്ട് ലങ്സിനെ ബാധിച്ചു, കരളിനെ ബാധിച്ചു, കിഡ്നിയെ ബാധിച്ചു, ഹാർട്ടിനെ ബാധിച്ചു. നമുക്കൊരു ലൈഫ് സേവിങ് സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ജീവൻ രക്ഷിക്കാൻ അങ്ങനെ ഒരു ആംപ്യൂട്ടേഷൻ ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ കാലിൻ്റെ ഒരു വിരലിനെ മാത്രം ബാധിക്കും, ആ വിരൽ കറുത്തു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ വിരൽ മാത്രം ആംപ്യൂട്ടേഷൻ ചെയ്താൽ മതി. ചുരുക്കം ചിലപ്പോൾ മുൻവശത്ത് കാലിൻ്റെ വിരലുകളും കാലിൻ്റെ പാദത്തിൻ്റെ മുൻവശമൊക്കെ ചിലപ്പോൾ വല്ലാണ്ട് ഇൻഫെക്റ്റഡായി ദ്രവിച്ചു പോയി കാണും. അപ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഈ കാലിൻ്റെ നടുവെച്ച് നമ്മൾ മുറിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ആണെങ്കിലും നമുക്ക് ഉപ്പൂറ്റി സേവ് ചെയ്ത് കിട്ടും എന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ച് നടക്കാൻ പറ്റും. സ്പെഷ്യൽ ഷൂസൊക്കെ ഇട്ട് നടക്കാൻ പറ്റും. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗി എണീറ്റ് നടക്കുക എന്നുള്ളത്. ഈ ആംപ്യൂട്ടേഷൻ ചെയ്താലും പലരുടെയും വിചാരം അതൊരു അവസാനമാണ്. പലരും പറയും ഇതിനേക്കാളും മരിക്കണ ഭേദം. പലരും ആംപ്യൂട്ടേഷൻ റിഫ്യൂസ് ചെയ്യും, ഫാമിലീസും റിഫ്യൂസ് ചെയ്യും, പേഷ്യൻസും ചിലപ്പോൾ വേണ്ടെന്ന് പറയും. പക്ഷെ അതൊരു രീതിയിലും ഒരു അവസാനമല്ല. കൃത്രിമ കാല് വെച്ച് സുഖമായിട്ട് നടക്കാം. നമ്മുടെ നിറച്ചും പേഷ്യൻസ് നടക്കുന്നുണ്ട്. ചിലർക്ക് നമ്മൾ ഈ മുട്ടിൻ്റെ മുകളിൽ വെച്ച് മുറിക്കാറുണ്ട്, ചിലർക്ക് മുട്ടിൻ്റെ താഴെ വെച്ച്. രണ്ടിനും ആർട്ടിഫിഷ്യൽ ലിംസ് വെച്ച് നോർമലായി ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നടക്കാം. അങ്ങനെ നടക്കണവരെ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ശരിക്കും വിശ്വാസമാവുള്ളൂ. അവർ കംപ്ലീറ്റ്ലി നോർമലായിട്ടാണ് നടക്കണത്. ഇപ്പോൾ പുതിയ പ്രോസസ്സസ് എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ലിംബ് കിട്ടുന്നത് വളരെ ഹൈ ക്വാളിറ്റിയിലുള്ളത് ഇന്ത്യയിൽ കിട്ടും. നല്ലൊരു പ്രോസസ്സസിന് ഏകദേശം ഒരു 1,00,000 രൂപയൊക്കെ ആവും. പക്ഷെ അത് വെച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ ലോ വെയ്റ്റാണ്, നല്ല മെറ്റീരിയലാണ്. അപ്പോൾ അത് വെച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ആംബുലേറ്റ് ചെയ്ത് നമുക്കൊരു നോർമലായിട്ട് എല്ലാ കാര്യങ്ങളും നടത്താവുന്നത്. സർ, ആംപ്യൂട്ടേഷനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഡയബറ്റിക് ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ടെൻഷനുള്ള ഒരു സാധനം അതാണ്, ഒരാളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ ഇതിൻ്റെ റിസ്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് ആസ് എ ഡിപ്പാർട്ട്മെൻറ്റ്? അത് നമുക്ക് ഈ ഡയബറ്റിക് ഫുഡ് പ്രോബ്ലംസ് മാത്രമായിട്ട് ഡീൽ ചെയ്യാൻ ഒരു സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഡയബറ്റിക് ഫുഡ് സർജറി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് തന്നെ പറയുന്നത്. അത് നമ്മുടെ എൻഡോക്രിനോളജി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ പ്രധാന ഉദ്ദേശം മാക്സിമം ആംപ്യൂട്ടേഷൻ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഞാൻ തുടക്കത്തിൽ തന്നെ പറയട്ടെ, മിക്ക രോഗികളും വരുന്നത് വളരെ വൈകിട്ടാണ്. പലയിടത്തും കറങ്ങി നടന്ന് കുറേ സമയം കളഞ്ഞ്, പിന്നെ കുറേ പേര് ആയുർവേദത്തിന് പോകും, ചിലർ ഹോമിയോപ്പത്തിക്ക് പോകും, പല തരം ചികിത്സകൾക്ക് പോകും. എല്ലാം കഴിഞ്ഞ് നമുക്ക് കാല് സേവ് ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിൽ കുറേ പേര് എത്താറുണ്ട്. അപ്പോൾ ഇറ്റ്സ് ടു ലേറ്റ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുക, സമയത്തിന് എത്തണം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കുറേ എക്സ്ട്രാ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ട്, ചികിത്സാ രീതികൾ. ഉദാഹരണമായിട്ട് നമ്മളൊരു വാക്യൂം തെറപ്പി എന്ന് പറഞ്ഞൊരു ചികിത്സ ചെയ്യും. ഈ മുറിവ് നല്ലോണം ക്ലീൻ ആയതിന് ശേഷം രക്തോട്ടമൊക്കെ ശരിയാണെങ്കിലും അത് ഉണങ്ങാൻ വളരെ താമസിക്കും. കാരണം പൊതുവേ കുറേ വർഷത്തെ പ്രമേഹം ഉള്ളപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, റെസിസ്റ്റൻസ് പവറൊക്കെ കുറവായിരിക്കും. അപ്പോൾ മുറിവ് ഉണങ്ങാൻ താമസം ഉണ്ടാവും. ആ മുറിവ് കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റായിട്ട് ഉണങ്ങാൻ വേണ്ടി നമ്മൾ ഈ വാക്യൂം തെറപ്പി എന്ന് പറഞ്ഞാൽ മുറിവിൻ്റെ ചുറ്റും ഒരു കവർ വെച്ചിട്ട് ഒരു സക്ഷനിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ടൊരു നെഗറ്റീവ് പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കും. അത് വെച്ച് ഈ മുറിവിൻ്റെ ഉള്ളിൽ ഉണക്ക് വരും, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് അത് ഉണങ്ങിക്കിട്ടും. അതുപോലെ വേറൊരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഹൈപ്പർബാരിക് ഓക്സിജൻ തെറപ്പി എന്നാണ്. അതിൽ വളരെ ഹൈ പ്രഷർ ഓക്സിജനാണ് രോഗി ശ്വസിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ചേമ്പറാണ്, ഒരു ചെറിയ സബ്മറീൻ പോലത്തെ ഒരു സാധനം. അതിനകത്താണ് രോഗികൾ ഇരിക്കുന്നത്. അതിനകത്ത് കിടക്കാനും 2 രോഗികൾക്ക് സ്ഥലം കൊണ്ട്, ചിലർക്ക് വയ്യാത്തതുകൊണ്ട് ബാക്കിയുള്ളവരിങ്ങനെ കസേരയിൽ ഇരിക്കും. ആ ചേമ്പർ അടച്ചിട്ട് ഭയങ്കര ഹൈ പ്രഷറിലാണ് ഓക്സിജൻ അതിനകത്തേക്ക് പമ്പ് ചെയ്യണത്. എന്നിട്ട് അവർ ആ ഹൈ പ്രഷർ ഓക്സിജൻ ശ്വസിക്കും. അപ്പോൾ ഈ ബ്ലഡിലെ ഓക്സിജൻ ലെവൽ നല്ലോണം കൂടും. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ആ മുറിവിലേക്ക് കുറച്ചുകൂടെ ഓക്സിജൻ എത്തിക്കിട്ടുക എന്നുള്ളത്.
അപ്പോൾ കുറച്ചുകൂടെ ഹൈ പ്രഷറിൽ ഓക്സിജൻ പോയാൽ എല്ലാ അറ്റങ്ങളിലേക്കും എല്ലാ ടിഷ്യൂസിലേക്കും ഓക്സിജൻ കുറച്ചുകൂടെ കിട്ടും. അപ്പോൾ ഈ ഓക്സിജൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കലാണ് വൂണ്ട് ഹീലിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വേറെ പലതരം ടെക്നീക്സ് യൂസ് ചെയ്യാറുണ്ട് ഫാസ്റ്റ് ഹീലിങ്ങിന്, പിന്നെ ആംപുറ്റേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. ഒരു നമ്മൾ പൊതുവെ അമൃതയിൽ മാത്രം ചെയ്തു വരുന്ന ഒരു ടെക്നീക്കുണ്ട്, അതിൻ്റെ പേര് ആൻറ്റിബയോട്ടിക് ബീഡ് തെറപ്പി എന്നാണ്. അതിലെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കൾച്ചർ എടുത്ത് ഏതാ അണുക്കളെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടത്. ഈ ആൻറ്റിബയോട്ടിക് മിക്കവാറും അല്ല ഇഞ്ചക്ഷൻ വഴിയാണ് കൊടുക്കേണ്ടത്. അതിനൊക്കെ കുറേ സൈഡ് ഇഫക്റ്റ് ഉണ്ട്. ആൻറ്റിബയോട്ടിക് കൊണ്ട് തന്നെ ചിലപ്പോൾ കിഡ്നിക്ക് തകരാറ് സംഭവിക്കാം, ബ്ലഡ് കൗണ്ടിന് തകരാറ് സംഭവിക്കാം. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഇറ്റ് സെൽഫ് ആർ നോട്ട് ഫുള്ളി സേഫ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ് ആർ വെരി കോസ്റ്റ്ലി, ഭയങ്കര വിലയാണ്. ഒരുമാതിരിപ്പെട്ട ആൻറ്റിബയോട്ടിക്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ചികിത്സയ്ക്ക് 3,000 മുതൽ 5,000 രൂപ വരെ ആവും. പലപ്പോഴും പലരും പുറത്തുനിന്ന് ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ സാധാരണ ആൻറ്റിബയോട്ടിക്സ് ഒന്നും മതിയാവാതെ വരും. അപ്പോൾ ഏറ്റവും ഹൈ എൻഡ് ആൻറ്റിബയോട്ടിക്സിലേക്ക് പോയാൽ ഒരു ദിവസത്തെ ചിലവിന് 15 മുതൽ 20,000 രൂപ വരെ ആവും. ഈ ആൻറ്റിബയോട്ടിക് നമ്മൾ 10-14 ദിവസം എടുക്കണം. അപ്പോൾ ഈ ഒറ്റ ഒരു സംഭവത്തിന് ലക്ഷങ്ങൾ ചിലവാകും. അപ്പോൾ അതിന് നമ്മളൊരു വളരെ ഇഫക്റ്റീവ് ടെക്നീക്ക് കണ്ടുപിടിച്ചിരിക്കണം. എന്താണെന്ന് പറഞ്ഞാൽ ഈ ആൻറ്റിബയോട്ടിക്സിനെ നമ്മൾ ചെറിയ ബീഡ്സ് ആക്കും, മണികളാക്കും, ഒരു പൗഡറിൽ മിക്സ് ചെയ്ത്. എന്നിട്ട് ആ വൂണ്ടിൻ്റെ മേലെ ഉണങ്ങാത്ത മുറിവിൽ ഈ ബീഡ്സ് അപ്ലൈ ചെയ്യും. അപ്പം നമുക്കിത് ഇഞ്ചക്ഷൻ വഴി എടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ബീഡുകൾ വെച്ച് കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങും എന്ന് മാത്രമല്ല സൈഡ് ഇഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുമ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സിന് പല സൈഡ് ഇഫക്റ്റ്, ഇതിന് അങ്ങനത്തെ സൈഡ് ഇഫക്ട്സ് ഇല്ല. പിന്നെ പ്രധാനമായിട്ട് വില വളരെ കുറവാണ്. കാരണം 2 ഡോസ് ആൻറ്റിബയോട്ടിക് എടുത്ത് ഈ ബീഡ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ അതോടെ തീർന്നു, പിന്നെ നമുക്ക് നിർത്താം. അപ്പോൾ ഈ ലക്ഷങ്ങളൊന്നും ചിലവാവില്ല. അത് മാത്രമല്ല പേഷ്യൻസിന് കുറച്ചുകൂടെ വേഗം വീട്ടിലും പോവാം. കാരണം ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പലരും ആശുപത്രിയിൽ ആഴ്ചകൾ കിടക്കും. ഇതിപ്പോൾ ഈ ബീഡ്സ് വെച്ച് നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ ആ ബീഡ്സ് ലോക്കലായിട്ട് വളരെ എഫക്റ്റീവായിട്ട് വൂണ്ട് ഹീലിംഗിൽ സഹായിക്കാം. നമ്മളിതിൽ പല പഠനങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് വളരെ എഫക്റ്റീവായിട്ടാണ് കാണുന്നത്. ഈ പറഞ്ഞ പോലെ സേഫ്, ലെസ് കോസ്റ്റ്ലി, വെരി മച്ച് ലെസ് കോസ്റ്റ്ലി ആൻഡ് ഏർലിയർ ഡിസ്ചാർജ് ഹോം. പലപ്പോഴും ഈ മുറിവുകൾ ആഴം കൂടുമ്പോഴത്തേക്ക് എല്ലിലും ഒക്കെ പഴുപ്പ് കയറി കാണും. അതിനെ നമ്മൾ ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന് പറയുന്നത്, ഇൻഫെക്ഷൻ ഓഫ് ദ ബോൺ. അതിൽ പിന്നെയും ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കുറേ നാളെടുക്കേണ്ടി വരും, ആഴ്ചകൾ, ചിലപ്പോൾ മാസങ്ങൾ ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരും. പക്ഷേ ഈ ബീഡ്സ് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നല്ല റിസൾട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് വെച്ചും നമുക്ക് വൂണ്ട് ഹീലിങ്ങിലും ഒക്കെ വളരെ നൂതനമായ ഒരു ടെക്നീക്കാണ്. ഇപ്പോൾ സർ പറഞ്ഞില്ലേ ചിലർ വില്ലിങ് ആവില്ല ഈ സാഹചര്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനെ എങ്ങനെയാണ് മുന്നോട്ട് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകുക? ഇപ്പോൾ ആംപ്യൂട്ടേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? പൊതുവേ ഈ ഡയബറ്റിക് ഫുഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ്. കാരണം ഇത് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഒരു ഹാർട്ടിന് അസുഖമുണ്ട്, ബൈപ്പാസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സമയമുണ്ട്. നമുക്ക് 10 ദിവസമോ 15 ദിവസമോ 1 മാസമോ കഴിഞ്ഞ് ബൈപ്പാസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാശ് സ്വരൂപിക്കാൻ സമയമുണ്ട്, വീട്ടുകാരോടും നാട്ടുകാരോടും ചർച്ച ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ എല്ലാം കുറച്ചുകൂടെ സമാധാനമായിട്ടാണ് പോണേ. രോഗിക്കും സമയമുണ്ട് അത് അബ്സോർബ് ചെയ്യാൻ, ഇന്നതൊക്കെയാണ് ചെയ്യാൻ പോണേ എന്ന് മനസ്സിലാക്കി ഇതാണ് അതിൻ്റെ ഗുണം, ഇത് ചെയ്തില്ലെങ്കിൽ ഇതാന്നൊക്കെ എല്ലാത്തിനും ഒരു സമയവും ഒരു പ്രിപ്പയർ ചെയ്യാനൊരു ടൈമുണ്ട്. ഡയബറ്റിക് ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹാർട്ട് അറ്റാക്ക് പോലെയാണ് വരുന്നത്. ശരിക്കും ഒരു ഫുഡ് അറ്റാക്കായത്. പെട്ടെന്ന് അങ്ങോട്ട് കൂടി ആൾ തീരെ വയ്യാണ്ടായി എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ വരുന്നു. കൊണ്ടുവരുന്നവർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, രോഗി തീരെ വയ്യാണ്ടും കിടക്കുക. അപ്പോൾ ഒരു വല്ലാത്ത സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ്. രോഗികളും പലപ്പോഴും വളരെയധികം വിഷമിക്കാറുണ്ട്. നമ്മൾ വിൽ പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ സർട്ടൻലി ഒരു ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ച് മൊബിലൈസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പെർസ്പെക്റ്റീവ് കിട്ടണം, അതിനെപ്പറ്റി നമ്മൾ ഒരു കാഴ്ചപ്പാട് മാറണം. മറ്റതെല്ലാം അങ്ങ് ഡാർക്കാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് വല്ലാണ്ട് ഡൗൺ ആയിപ്പോകും. ഈ തരം ആംപ്യൂട്ടേഷനിലേക്ക് പോണത് ഇപ്പോൾ വളരെ ചുരുക്കമാണ്. ഒരു വാസ്റ്റ് മെജോറിറ്റി നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറയും. പിന്നെ നമ്മൾ ഈ സേവ് ചെയ്യുമ്പോഴും ഈ ഓപ്പറേഷൻസ് ചെയ്യുമ്പോഴും ഒക്കെ ഭാവിയിൽ ഈ കാല് വെച്ച് രോഗി നടക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ പ്ലാൻ ചെയ്താൽ പോണേ. കാരണം നമ്മൾ വല്ലാണ്ട് ഫുട്ടിൽ ഡാമേജൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നടക്കാൻ ബുദ്ധിമുട്ടാവരുത്. ഇപ്പോൾ ഈ ഡയബറ്റിക് ഫുഡ് അല്ലേ, അത് അൾസറിലേക്ക് എത്താതിരിക്കാൻ നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം?
പ്രധാനമായിട്ട് എത്ര റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലെന്ന് വെച്ചാൽ നമ്മുടെ കാലിൻ്റെ ഞരമ്പിനെ ബാധിച്ചിട്ടുണ്ട്, രക്തോട്ടം കുറവാണ്. പ്രശ്നം മുഴുവൻ തുടങ്ങുന്നത് ഒരു മുറിവുണ്ട്. ആ സ്കിന്നിലൊരു ബ്രേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, സ്കിന്നിൽ ബ്രേക്ക് വരാതിരിക്കാൻ. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പേഷ്യൻസിനോട് എപ്പോഴും പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ മുഖം എങ്ങനെയാണ് സൂക്ഷിക്കണേ അതുപോലെ കാലിൻ്റെ പാദം സൂക്ഷിക്കണം. ലുക്ക് ആഫ്റ്റർ യുവർ ഫുട്ട് ലൈക്ക് യു ലുക്ക് ആഫ്റ്റർ യുവർ ഫേസ്. മുഖം നമ്മൾ ചുരുങ്ങിയതൊരു 20 പ്രാവശ്യം കണ്ണാടിയിൽ നോക്കും ഒരു ദിവസം. അപ്പോൾ എന്തെങ്കിലും ഒരു പോറലോ ഒരു കുത്തോ വല്ലതും ഉണ്ടെങ്കിൽ അപ്പം അറിയും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പും വെള്ളം വെച്ചൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വയ്ക്കും. ഈ ശ്രദ്ധ ഒന്നും കാലിൻ്റെ പാദത്തിന് കിട്ടാറില്ല. ഒരു പ്രാവശ്യം പോലും കാലിൻ്റെ പാദം നോക്കില്ല. ഞരമ്പിനെ ബാധിച്ച് ഹൈ റിസ്ക് ഫുട്ടാണെന്നുണ്ടെങ്കിൽ ദിവസം 2 പ്രാവശ്യമെങ്കിലും മിനിമം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് രാത്രി കിടക്കാൻ പോണതിന് മുമ്പ് കാലിൻ്റെ പാദം തിരിച്ച് നമുക്ക് നോക്കണം, ഇൻസ്പെക്റ്റ് ചെയ്യണം. അതിൽ പ്രശ്നം വല്ലതുണ്ട്. കാരണം വേദന ഇല്ലാത്തതുകൊണ്ട് അറിയില്ല. അപ്പോൾ പലർക്കും പ്രായമായവർക്കൊക്കെ ഈ കാലിങ്ങനെ തിരിച്ച് നോക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഹാൻഡ് മിറർ വെച്ച് നോക്കാൻ അവരെ പഠിപ്പിക്കും. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇൻസ്പെക്റ്റ് ചെയ്യാം. എന്നിട്ട് കീപ് ദ ഫുഡ് ക്ലീൻ ഓൾവേസ്. പ്രത്യേകിച്ചും രാത്രി കിടക്കാൻ പോണതിന് മുമ്പ് നല്ലോണം സോപ്പ് വെള്ളം വെച്ച് കഴുകി തോർത്ത് വെച്ച് ഉണക്കി ഈ വിരലിൻ്റെ ഇടയിലും ഒക്കെ നോക്കണം. ഈ വെറ്റ്നസ് ഇരുന്ന് കഴിഞ്ഞാലാണ് ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് അതിൽ നിന്നും പിന്നെ ചെറിയ മുറിവുകൾ തുടങ്ങും. പിന്നെ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈനെസ് ഉണ്ടാവും ഞരമ്പിൻ്റെ പ്രശ്നമുള്ളപ്പോൾ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഇമോളിയൻസ് പറ്റാം. ഈ വാസലീനാണ് ഏറ്റവും നല്ലത്, അത് വളരെ ചീപ്പുമാണ്. അപ്പോൾ രാത്രി കിടക്കാൻ നേരത്തെ ഇത് വാസലീനും ഒക്കെ പുരട്ടി കിടക്കണം. അങ്ങനെയൊക്കെ സൂക്ഷിച്ചാൽ പിന്നെ സോക്സ് ഇടണതും വളരെ നല്ലതാണ്. നല്ല അഡ്വാൻസ് ന്യൂറോപ്പത്തി ഉണ്ട്, സെൻസേഷൻ വളരെ കുറവാണെങ്കിൽ സോക്സ് ഒരു പ്രൊട്ടക്റ്റീവ് ഇതാണ്. ചെരുപ്പിൻ്റെ കൂടെ ഇട്ടാലും സോക്സ് വളരെ പ്രൊട്ടക്റ്റീവ്. പലർക്കും രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും കാലിന് ഞരമ്പിൻ്റെ പ്രയാസം കാരണം വേദന, പുകച്ചിൽ, ഈ ഫാൻ ഇട്ടാൽ തന്നെ ഒരു വല്ലാതെ കാലിൽ തട്ടണ പോലെ സെൻസേഷൻ, ഇതൊക്കെ ഈ ഞരമ്പിൻ്റെ പ്രശ്നം കൊണ്ട്. അങ്ങനത്തെ ഉള്ളവർ രാത്രി സോക്സ് ഇട്ട് കഴിഞ്ഞാൽ വളരെയധികം റിലീഫ് കിട്ടും. അപ്പോൾ ബേസിക്കലി യു ഷുഡ് ലുക്ക് ആഫ്റ്റർ യുവർ ഫീറ്റ് സീരിയസ്ലി. വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് ഡയബറ്റിക് ഫുഡ്. അതിനെപ്പറ്റി നമുക്ക് ലേമൻ ടേമിൽ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് സർ എല്ലാം പറഞ്ഞു തന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us and thank you for your valuable time.